അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെയും അവരുടെ കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് US വിസ നിയമങ്ങളിൽ വൻ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. H1B വിസ, L1 തുടങ്ങിയ പെറ്റീഷൻ അധിഷ്ഠിത വിസകൾ കൈവശമുള്ളവർക്ക് ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിൽ 2026 ഡിസംബർ വരെ ഇനി അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കില്ലെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയ പരിശോധനകൾ കർശനമാക്കിയതും വിസ പുതുക്കുന്നതിനുള്ള മറ്റു രാജ്യങ്ങളിലെ സൗകര്യങ്ങൾ നിർത്തലാക്കിയതും ഈ കാലതാമസത്തിന് കാരണമായിട്ടുണ്ട്. നിലവിൽ നാട്ടിലെത്തുന്നവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തിരികെ പോകാൻ 15 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നത് IT മേഖലയെയും സ്റ്റാർട്ടപ്പുകളെയും സാരമായി ബാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കുടുംബങ്ങൾ വേർപിരിക്കപ്പെടുന്നതിനും ബിസിനസ് തടസ്സങ്ങൾക്കും കാരണമാകുന്ന ഈ സാഹചര്യം പ്രവാസികൾക്കിടയിൽ വലിയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെയും അവരുടെ കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. H1B വിസ, L1 വിസകളിൽ US കഴിയുന്ന ഇന്ത്യക്കാർക്ക് ഇനി നാട്ടിൽ വന്ന് മടങ്ങുക എന്നത് അത്ര എളുപ്പമാകില്ല. 2026 വർഷം മുഴുവൻ ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിൽ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ജനുവരിയിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ചെന്നൈ, മുംബൈ, ഡൽഹി ഉൾപ്പെടെയുള്ള ഒരു ഇന്ത്യൻ നഗരങ്ങളിലും 2026 വിസ ഇന്റർവ്യൂ ലഭ്യമല്ല. ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് 2027 ആദ്യ മാസങ്ങളിൽ മാത്രമേ തീയതികൾ ലഭിക്കുന്നുള്ളൂ. നേരത്തെ 2026 തുടക്കത്തിൽ തീയതി ലഭിച്ചിരുന്ന പലരുടെയും അപ്പോയിന്റ്മെന്റുകൾ ഓട്ടോമാറ്റിക്കായി 2027 മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ഡിസംബർ മുതൽ നടപ്പിലാക്കിയ കർശനമായ സോഷ്യൽ മീഡിയ പരിശോധനകൾ. വിസ ഉദ്യോഗസ്ഥർ ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനാൽ വിസ നടപടികളിൽ മുൻപത്തേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. രണ്ടാമതായി, മറ്റ് രാജ്യങ്ങളിൽ പോയി വിസ സ്റ്റാമ്പ് ചെയ്യുന്ന വിസ റൺ രീതികൾ നിർത്തിയതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം IT ജീവനക്കാരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നാട്ടിൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ വരുന്നവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ 12 മുതൽ 15 മാസം വരെ ഇന്ത്യയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. പല പ്രമുഖ IT കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് നിലവിൽ വിദേശയാത്രകൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്കും US കഴിയുന്ന H4 വിസയിലുള്ള ആശ്രിതർക്കും ഈ അനിശ്ചിതത്വം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയോ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വിസ പുതുക്കാനുള്ള സംവിധാനം കൊണ്ടുവരികയോ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകുകയുള്ളൂ. അതുവരെ വിസ സ്റ്റാമ്പിംഗ് കാലാവധി കഴിയുന്നവർ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. റിമോട്ട് വർക്ക് ഓപ്ഷനുകളെക്കുറിച്ചും അഡ്വാൻസ് പരോൾ അപേക്ഷകളെക്കുറിച്ചും നിങ്ങളുടെ കമ്പനികളുമായി സംസാരിക്കേണ്ടതും പ്രധാനമാണ്. US വിസ പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വരും മാസങ്ങളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ യാത്രകൾ കൂടുതൽ ദുഷ്കരമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിസ പുതുക്കൽ നടപടികൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ പുനരാരംഭിക്കുന്നത് മാത്രമാണ് ഇതിനുള്ള ശാശ്വത പരിഹാരം. അതുവരെ വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ വിസ കാലാവധിയും പുതിയ നിബന്ധനകളും കൃത്യമായി പരിശോധിക്കണം. കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്കായി റിമോട്ട് വർക്ക് സൗകര്യങ്ങളും ബദൽ മാർഗങ്ങളും മുൻകൂട്ടി തയ്യാറാക്കുന്നതും ഉചിതമായിരിക്കും. ഈ അനിശ്ചിതത്വത്തിനിടയിൽ കൃത്യമായ വിവരങ്ങൾക്കായി വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നതും നിയമോപദേശം തേടുന്നതും പ്രവാസികൾക്ക് ആശ്വാസകരമാകും. വിസയുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.